ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഈ ഒരു സംഭവമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ എഗ്ഗൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാർട്ടണില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇത് നാട്ടിലൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അത് കിട്ടാനില്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ എഗ്ഗൊക്കെ മേടിക്കുന്നിടത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിലിങ്ങനെ എഗ്ഗ് വെക്കുന്ന ഈ കുഴി പോലെ ഉണ്ടാവില്ലേ, അത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു 3 പീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ 3 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ ഈ ഒരു ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് വൈറ്റ് കളർ കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് അടുത്ത കളേഴ്സ് പെട്ടെന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കളർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളർഫുൾ വേറെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് കുറച്ച് പേപ്പർ എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് നനച്ചിട്ട് ഇതേപോലെ ബോളാക്കി കൊടുത്തു കേട്ടോ. ഗ്ലൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് അതൊന്ന് ഉണക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ ക്ലേ എടുക്കുകയാണ്. ക്ലേ എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബോൾ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ക്ലേ ഇതുമേ വെച്ച് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ പേപ്പർ വെറുതെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ചുരുട്ടി എടുത്താൽ മതി കേട്ടോ. നമ്മൾ ക്രിസ്മസ് ബോളൊക്കെ ചെയ്തില്ലേ, ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ചെയ്ത് അത് ഉണക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ഇനി നമ്മുടെ ഈ ഒരു എഗ്ഗിൻ്റെ ഇതുമേ ചെയ്ത പെയിൻറ്റ് ഉണങ്ങിയിട്ടിട്ട് ഇനി അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു കേവായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ യു പോലെ ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു സൈസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു കേവി ഷേപ്പിൽ കേട്ടോ. അതായത് ഓരോ സൈഡുകളിലും ഒരു യു പോലെ കട്ട് ചെയ്യുക. പിന്നെ ആ ഒരു ഭാഗം ഇങ്ങനെ നിൽക്കും, അതൊന്ന് കറക്റ്റായിട്ട് യു ഷേപ്പിലോട്ട് ആക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ. കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് തെറ്റിപ്പോവും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് തെറ്റിപ്പോയാലും ഇനി നമ്മൾ ഇതിനൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് ഗ്രീനും യെല്ലോയും റെഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ആ ബോൾ ഉണ്ടല്ലോ, അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഒരു സ്കിൻ കളറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സൂചിയിൽ ഇതേപോലെ ഒരു നൂല് കോർത്തിട്ടുണ്ട്. നമ്മൾ മാസ്കിൻ്റെ വള്ളി ഉണ്ടല്ലോ, അതാണ് കേട്ടോ കോർത്തെ. എന്നിട്ട് നമ്മളിത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരെണ്ണ ഇട്ടിട്ട് നമ്മളിത് ആ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തില്ലേ, കട്ട് ചെയ്തില്ലേ, അതാണ് ഇതുമേ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ആദ്യം കട്ട് ചെയ്യാത്തത് ഇട്ടു, അതിനുശേഷം കട്ട് ചെയ്ത പീസ് ഇട്ടു. എന്നിട്ട് നമ്മൾ ആ ഒരു വള്ളിയുടെ എൻഡ് ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ നന്നായിട്ട് കെട്ടി കൊടുക്കുകയാണ്. നമ്മൾ വലിച്ച് പോരരുതല്ലോ, അപ്പോൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കെട്ടി കൊടുക്കുക. വേണമെങ്കിൽ ബീഡൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബോളിലോട്ട് നമ്മൾ സൂചി കുത്തി കയറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കയറ്റാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമേ ഹോളിട്ട് കൊടുത്ത് വെച്ചാൽ മതിയിട്ട് ഉണങ്ങുന്നതിന് മുന്നേ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇനി അതൊക്കെ ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു യെല്ലോ പീസ് എടുത്തിട്ട് ഇതേപോലെ കൊച്ചായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതായത് ഒരുപാട് കട്ട് ചെയ്ത് മാറ്റി കളയരുത്. ജസ്റ്റ് ഇങ്ങനെ ചെറിയ നോച്ചസ് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത്, എന്താ പറയുക, ഇതിനെ ഇങ്ങനെ സ്ലിറ്റ് പോലെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ഭംഗിയുള്ളൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാതും ഈക്വൽ സൈസിൽ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെയും സെൻറ്റർ പീസിലൂടെ ഈ ഒരു സൂചി കയറ്റിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ സൂചി നൂലൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ആ നൂലിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇല്ലെങ്കിൽ ഗ്ലൂ വെച്ച് എല്ലാതും ഒട്ടിച്ചു കൊടുത്താൽ മതി, ഇത് കയറ്റാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇനി ഇതെന്താണെന്ന് മനസ്സിലായി. നമുക്കൊരു കീ ചെയിൻ ഡോളാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. നമ്മളെ വീടിലോ നമ്മുടെ ബാഗുമല്ലോ ഒക്കെ ഹാങ് ചെയ്തിട്ടാ കേട്ടോ. ഇനി ഇതിനൊരു കണ്ണും നമ്മുടെ സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. അതായത് ഒരു മാർക്കർ പെന്നാണ് കേട്ടോ. സ്കെച്ച് പെൻ ചിലപ്പോൾ മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു മാർക്കർ പെൻ എടുത്തിട്ട് കണ്ണും ചെറുതായിട്ടൊരു മൂക്കിൻ്റെ സ്റ്റൈലും അതേപോലെ തന്നെ ഒരു ലിപ്പും ഒക്കെ വരച്ചിട്ടുണ്ട്. പെയിൻറ്റ് വേണമെങ്കിൽ പെയിൻറ്റ് കൊണ്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ അതാ നമ്മളതിൻ്റെ ക്യാപ്പ് മൂലം ഈ ഒരു സ്കെച്ച് പെൻ വെച്ചിട്ട് തന്നെ വരച്ചു കൊടുത്തിട്ട് കുറച്ച് ഫ്ലവറും ലീഫൊക്കെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒന്ന് ആ ഒരു ലിപ്പ് റെഡി ആയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ലിപ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കേട്ടോ. അപ്പോൾ അത് കൊളായി. ആദ്യത്തെ ലിപ്പായിരുന്നു, ഇതിലും കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിന് നമ്മുടെ ബാഗുമല്ലോ നമ്മുടെ വീട്ടിലായിട്ടായാലും ഹാങ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.